ഹായ്, ഞാൻ അനീത. വെൽക്കം ടു മൈ ചാനൽ. എക്സസൈസ് ചെയ്യാനായി ഡെയിലി 1 മണിക്കൂറോ 30 മിനിറ്റ്സോ ചിലവഴിക്കാനില്ലാത്തവർക്കായി 10 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ഫുൾ ബോഡി സ്ട്രെച്ചിങ് ആണ് നമ്മളിന്നിവിടെ കാണിക്കുന്നത്. നട്ടെല്ല് നിവർത്തി കണ്ണുകൾ അടച്ചിരിക്കുക, ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ശ്വാസം പതിയെ പുറത്തേക്ക് വിടുക. ഇനി കഴുത്തിനെ സ്ട്രെച്ച് ചെയ്യിക്കുന്നതിനായി താടി നെഞ്ചിലേക്ക് സ്പർശിച്ചു വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കഴുത്ത് പരമാവധി മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് ശിരസ് മുന്നിലേക്ക് കൊണ്ടുവന്ന് താടി നെഞ്ചിൽ സ്പർശിക്കുക. വീണ്ടും ആവർത്തിക്കുക. ഇൻഹെയിൽ അപ്പ് and exhale down. One more time. Inhale up and exhale down. റിലാക്സ് ചെയ്യുക. ഇനി വലത് കൈ ശിരസിൽ വെച്ചുകൊണ്ട് ശ്വാസം വിട്ട് ശിരസ് വലതു ഭാഗത്തേക്ക് ചരിച്ചു കൊണ്ടുവരിക. ഇടത് ഷോൾഡർ ഉയരാതെ ശ്രദ്ധിക്കുക. ശ്വാസം എടുത്ത് ശിരസ് ഉയർത്തി കൊണ്ടുവരിക. എതിർദിശയിലും ആവർത്തിക്കുക. കണ്ണടച്ചുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ കഴുത്തിലുണ്ടാകുന്ന സ്ട്രെച്ചിങ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. പതിയെ റിലാക്സ് ചെയ്യുക. ഇനി നെക്ക് റൊട്ടേഷൻ ചെയ്യുന്നതിനായി താടി നെഞ്ചിൽ സ്പർശിച്ചു വെക്കുക. ശ്വാസം എടുത്ത് വലതുഭാഗത്തു കൂടി ശിരസ് പിന്നിലേക്ക് വളച്ച് മുകളിലേക്ക് കൊണ്ടുവരിക. ശ്വാസം വിട്ടുകൊണ്ട് കഴുത്ത് ഇടതുഭാഗത്തു കൂടി മുന്നിലേക്ക് കറക്കി കൊണ്ടുവരിക. റിപ്പീറ്റ് ചെയ്യുക. ഇൻഹെയിൽ അപ്പ് ആൻഡ് എക്സെയിൽ ഡൗൺ. ഇനി ഇടതുഭാഗത്തും പരിശീലിക്കാവുന്നതാണ്. ശ്വാസം എടുത്തുകൊണ്ട് ഇടത് സൈഡിലൂടെ മുകളിലേക്ക് ശിരസിനെ ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് വലത് സൈഡിലൂടെ താഴേക്ക് കൊണ്ടുവരിക ശിരസിനെ. റിലാക്സ് ചെയ്യുക. ഈ ഷോൾഡർ സ്ട്രെച്ച് ചെയ്യാനായി ഇരു കൈപ്പത്തികളും കൈമുട്ടുകളും ചേർത്ത് വെക്കുക. ശ്വാസം എടുത്ത് കൈകളെ പുറകിലേക്ക് നന്നായി സ്ട്രെച്ച് ചെയ്യിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് തിരികെ കൊണ്ടുവരിക. 10 തവണ ആവർത്തിക്കുക. ഇനി പതിയെ റിലാക്സ് ചെയ്തിരിക്കാവുന്നതാണ്. സൈഡ് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി വലത് കൈപ്പത്തി ഇടത് കാൽമുട്ടിൽ വയ്ക്കുക. ഇടതു കൈ ഉയർത്തി ശരീരം വലത്തോട്ട് ചരിച്ചു കൊണ്ടുവരിക. ഫ്യൂ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത ശേഷം ഓപ്പോസിറ്റ് സൈഡിൽ ചെയ്യാവുന്നതാണ്. ഇടത് കൈപ്പത്തി വലത് കാൽമുട്ടിൽ വെച്ച് വലത് കൈ ഉയർത്തി അപ്പർ ബോഡി ഇടത്തോട്ട് ചരിച്ചു കൊണ്ടുവരിക. അല്പസമയം സ്ഥിതിയിൽ തുടർന്ന ശേഷം പതിയെ തിരിച്ചു വരാവുന്നതാണ്. ഇനി നട്ടെല്ലിൻ്റെ അയവ് ലഭിക്കുന്നതിനായി വലതുകൈ ഇടത് കാൽമുട്ടിൽ വയ്ക്കുക. ഇടതുകൈ നട്ടെല്ലിൻ്റെ പുറകിലായി നിലത്ത് പതിച്ചു വയ്ക്കുക. അരക്കെട്ട് ഇടതുഭാഗത്തേക്ക് തിരിക്കുക. ഇനി ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് പരിശീലിക്കാവുന്നതാണ്. ഫ്യൂ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത ശേഷം പതിയെ തിരിച്ചു വരിക. ഇനി ബട്ടർഫ്ലൈ പോസ്ചർ ചെയ്യുന്നതിനായി നട്ടെല്ല് നേരെ വെച്ചിരിക്കുക. കാൽമുട്ടുകൾ മടക്കി കാൽപാദങ്ങൾ ചേർത്ത് വയ്ക്കുക. കൈകൾ കൊണ്ട് പാദങ്ങൾ മുറുകെ പിടിക്കുക. ഇനി 2 കാലുകളും പൂമ്പാറ്റയുടെ ചിറകുകൾ പോലെ മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കുക. മൂത്രാശയ രോഗങ്ങളിൽ നിന്നും സ്ത്രീകൾക്ക് മെൻസ്ട്രൽ ടൈമിലും മെനോപോസ് സമയത്തും ഉണ്ടാകാവുന്ന അസ്വസ്ഥതകളിൽ നിന്നും വളരെയധികം ആശ്വാസം ലഭിക്കുന്നു. ഇനി ബദ്ധകോണാസന ചെയ്യുന്നതിനായി ശ്വാസം എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് കുനിഞ്ഞ് ശിരസ് നിലത്തേക്ക് കൊണ്ടുവരിക. 30 സെക്കൻഡ് സ്ഥിതിയിൽ തുടർന്ന ശേഷം ശ്വാസം എടുത്തുകൊണ്ട് നിവർന്നു വരിക. ശ്വാസം വിട്ടുകൊണ്ട് റിലാക്സ് ചെയ്യുക. വജ്രാസന ചെയ്യുന്നതിനായി കാലുകൾ നീട്ടി നിവർന്നിരിക്കുക. വലതുകാൽ വലത് സൈഡിലൂടെയും ഇടതുകാൽ ഇടതുവശത്തു കൂടെയും മടക്കി കാലുകളിൽ ഇരിക്കുക. നട്ടെല്ല് നിവർത്തി കണ്ണുകൾ അടച്ച് ഏതാനും സമയം ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കാവുന്നതാണ്. ശശാങ്കാസന ചെയ്യുന്നതിനായി ഇടതു കൈ കൊണ്ട് വലത് കൈ പുറകിൽ കൂടി പിടിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് അരക്കെട്ടിൻ്റെ ഭാഗത്തു നിന്നും മുന്നോട്ട് വളഞ്ഞ് കാൽമുട്ടുകൾക്ക് മുൻപിലായി നെറ്റി തറയിൽ മുട്ടിച്ചു നിർത്തുക. സാധാരണ ശ്വാസത്തിൽ 30 മുതൽ 60 സെക്കൻഡ് വരെ സ്ഥിതിയിൽ തുടർന്ന ശേഷം ശ്വാസം എടുത്തുകൊണ്ട് നിവർന്നു വരിക. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ പതിയെ തിരിച്ചു വയ്ക്കുക. ഇനി മാർജാരാസന പരിശീലിക്കുന്നതിനായി 2 കൈകളും കാൽമുട്ടുകളും കുത്തി 4 കാലിലേക്ക് നിൽക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം നട്ടെല്ല് ഉള്ളിലേക്ക് മടക്കി തല ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് വിട്ട് നട്ടെല്ല് മുകളിലേക്ക് ഉയർത്തി തല താഴ്ത്തി വയ്ക്കുക. 5 മുതൽ 10 തവണ വരെ ആവർത്തിച്ച് ചെയ്യാവുന്നതാണ്. കഴുത്തിനും തോളിനും നട്ടെല്ലിനും നല്ല അയവ് ലഭിക്കുന്നതിന് വേണ്ടി ദിവസേന ഇത് നമുക്ക് പരിശീലിക്കാവുന്നതാണ്. ഇനി കൈകളുടെ റിസ്റ്റ് സ്ട്രെച്ച് ചെയ്യുന്നതിനായിട്ട്
കൈവിരലുകൾ കാലുകളുടെ ഡിറക്ഷനിലേക്ക് പോയിൻ്റ് ചെയ്ത് നമുക്ക് സ്ട്രെച്ച് ചെയ്ത് ഫ്യൂ സെക്കൻഡ്സ് നിൽക്കാവുന്നതാണ്. പതിയെ കൈകൾ തിരിച്ചു വയ്ക്കുക. വയറിൻ്റെ വണ്ണം കുറയുന്നതിനും ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിനും പൂർണ്ണമേരുദണ്ഡാസനം ചെയ്യുന്നതിനായി മാറ്റിൽ മലർന്ന് കിടക്കുക. 2 കാലുകളും ചേർത്ത് 1.5 മുതൽ 2 അടി വരെ ഉയർത്തി വയ്ക്കുക. 5 തവണ സാധാരണ ശ്വാസത്തിൽ നിന്ന ശേഷം കാലുകൾ സാവധാനത്തിൽ താഴെ കൊണ്ടുവന്ന് വയ്ക്കുക. സിംഗിൾ ലെഗ് റേസ് ചെയ്യുന്നതിനായി വലതുകാൽ മുട്ടുമടങ്ങാതെ മുകളിലേക്ക് 90 ഡിഗ്രി ഉയർത്തി അല്പസമയം നിന്ന ശേഷം സാവധാനം കാൽ തിരികെ കൊണ്ടുവരിക. ഇനി ഇടതുകാൽ മുട്ടുമടങ്ങാതെ മുകളിലേക്ക് ഉയർത്തി അല്പസമയം പൊസിഷൻ ഹോൾഡ് ചെയ്യുക. പതിയെ തിരിച്ചു കൊണ്ടുവരിക. ഇനി ഡബിൾ ലെഗ് റേസ് ചെയ്യുന്നതിനായി ഇരുകാലുകളും മുട്ടുമടങ്ങാതെ 90 ഡിഗ്രി മുകളിലേക്ക് ഉയർത്തി പൊസിഷനിൽ 5 മുതൽ 10 തവണ വരെ ശ്വാസം എടുത്തുകൊണ്ട് തുടരാവുന്നതാണ്. സാവധാനത്തിൽ കാലുകൾ പതിയെ താഴെ കൊണ്ടുവരിക. റിലാക്സ് ചെയ്യുക. ഇനി സേതുബന്ധാസന പരിശീലിക്കുന്നതിനായി കാലുകൾ രണ്ടും മുട്ടുമടക്കി കാൽപാദങ്ങൾ ശരീരത്തോട് ചേർത്ത് വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് അരക്കെട്ടും നെഞ്ചും മുകളിലേക്ക് ഉയർത്തി വയ്ക്കുക കഴിയുന്നത്ര. ഇനി അതേ പൊസിഷനിൽ 5 മുതൽ 10 തവണ വരെ നമുക്ക് ശ്വാസം എടുത്തുകൊണ്ട് തുടരാവുന്നതാണ്. സാവധാനത്തിൽ അരക്കെട്ടും നെഞ്ചും താഴെ വയ്ക്കുക. കാലുകൾ നിവർത്തി വയ്ക്കുക. അർദ്ധപവന മുക്താസന പരിശീലിക്കുന്നതിനായി വലതുകാൽ മുകളിലേക്ക് ഉയർത്തി മുട്ട് നെഞ്ചിനോട് കഴിയുന്നത്ര ചേർത്ത് വയ്ക്കുക. ശിരസ് ഉയർത്തി മൂക്ക് കാൽമുട്ടിൽ തൊടുവിക്കുക. ശിരസ്സും കാലുകളും ക്രമത്തിൽ തിരിച്ചു കൊണ്ടുവരിക. അർദ്ധപവന മുക്താസന ഇടതുകാലിലും പരിശീലിക്കുക. ഇടതുകാൽ ഉയർത്തി മുട്ടുമടക്കി നെഞ്ചിനോട് ചേർത്ത് വയ്ക്കുക. ശിരസ് ഉയർത്തി കൊണ്ടുവരിക. പതിയെ ശിരസ് താഴെ കൊണ്ടുവയ്ക്കുക. കാൽ മുകളിലേക്ക് ഉയർത്തി സാവധാനത്തിൽ താഴെ കൊണ്ടുവന്ന് വയ്ക്കുക. ഇനി പൂർണ്ണ പവന മുക്താസന ചെയ്യുന്നതിനായി ഇരുകാലുകളും മുകളിലേക്ക് ഉയർത്തി മുട്ടുമടക്കി കൈകൾ കൊണ്ട് കോർത്ത് നെഞ്ചിനോട് ചേർത്ത് വയ്ക്കുക. ശിരസ് ഉയർത്തി കൊണ്ടുവരിക. ഫ്യൂ സെക്കൻഡ്സ് പൊസിഷൻ ഹോൾഡ് ചെയ്യുക. പതിയെ ശിരസ്സും കാലുകളും കൈകളും യഥാസ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവരിക. പതിയെ വിശ്രമിക്കുക. നട്ടെല്ലിന് നല്ല അയവ് ലഭിക്കുന്നതിനായി നമുക്ക് സുപ്ത മത്സ്യേന്ദ്രാസന പ്രാക്ടീസ് ചെയ്യാം. കൈകൾ വശങ്ങളിലേക്ക് നീട്ടി വയ്ക്കുക. ഇരുകാലുകളും മുട്ടുമടക്കി കാൽമുട്ടുകൾ ശരീരത്തിൻ്റെ ഇടതുവശത്തേക്ക് താഴ്ത്തി വയ്ക്കുക. ശിരസ് എതിർദിശയിലേക്കും ചെരിച്ചു വയ്ക്കുക. ഈ സ്ഥിതിയിൽ 5 തവണ ശ്വാസം എടുത്ത് വിടുക. ഇനി ഓപ്പോസിറ്റ് സൈഡിലേക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിനായി കാൽമുട്ടുകൾ റൈറ്റ് സൈഡിലേക്കും ശിരസ് ലെഫ്റ്റ് സൈഡിലേക്കും ചെരിച്ചു വയ്ക്കുക. 5 തവണ ശ്വാസം എടുത്ത ശേഷം കൈകളും കാലുകളും ശിരസും പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. സുപ്ത കബോധാസന അഥവാ റിക്ലൈൻ പീജിയൻ പോസ്ചർ ചെയ്യുന്നതിനായി വലതുകാൽ ഇടത് കാൽമുട്ടിന് മുകളിലായി വയ്ക്കുക. 2 കൈകൾ കൊണ്ടും ഇടത് കാൽമുട്ടിനെ മടക്കി നെഞ്ചിലേക്ക് പതുക്കെ അടുപ്പിച്ചു കൊണ്ടുവരിക. ഈ സ്ഥിതിയിൽ സാധാരണ ശ്വാസത്തിൽ 30 മുതൽ 60 സെക്കൻഡ് വരെ തുടരാവുന്നതാണ്. ഇനി പതിയെ കാലുകൾ തിരിച്ചു വയ്ക്കുക. ഓപ്പോസിറ്റ് സൈഡ് പ്രാക്ടീസ് ചെയ്യുന്നതിനായി ഇടത് കണങ്കാൽ വലതു തുടയുടെ മുകളിൽ വയ്ക്കുക. വലത് കാൽമുട്ടിനെ നെഞ്ചിലേക്ക് കഴിയുന്നത്ര അടുപ്പിച്ചു വയ്ക്കുക. സാധാരണ ശ്വാസത്തിൽ 30 to 60 സെക്കൻഡ്സ് വരെ ഹോൾഡ് ചെയ്യാവുന്നതാണ്. സുപ്ത കബോധാസന പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ലോവർ ബോഡിക്ക് നല്ല സ്ട്രെച്ചിങ് ഉണ്ടാവുകയും ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വയറിലെ ഇൻറ്റേർണൽ ഓർഗൻസിനെ എല്ലാം സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനും സഹായിക്കുന്നു. ഇനി ഫുൾ ബോഡി സ്ട്രെച്ചിങ് ചെയ്യുന്നതിനായി കൈകൾ ഇൻ്റർലോക്ക് ചെയ്യുക. ശിരസിന് മുകളിലേക്കായി വലിച്ചു നീട്ടി വയ്ക്കുക. അതേപോലെ കാലുകൾ ഓപ്പോസിറ്റ് സൈഡിലേക്കും നല്ലോണം സ്ട്രെച്ച് ചെയ്ത് നീണ്ടു നിവർന്ന് കിടക്കുക. എല്ലാ ബോഡി പാർട്സിനെയും നല്ലോണം സ്ട്രെച്ച് ചെയ്ത ശേഷം റിലാക്സ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ശവാസനയിൽ 2 മുതൽ 3 മിനിറ്റ് വരെ കിടക്കാവുന്നതാണ്. ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളെയും പൂർണ്ണമായി വിശ്രമിക്കാൻ അനുവദിച്ചുകൊണ്ട് കിടക്കുക. നമുക്ക് ഈ സ്ട്രെച്ചിങ്ങുകളെല്ലാം തന്നെ രാവിലെയോ വൈകിട്ടോ ഒഴിഞ്ഞ വയറിൽ പരിശീലിക്കാവുന്നതാണ്. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.